ഹായ് നമസ്കാരം, എല്ലാവർക്കും +2 എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ നിർദ്ദേശിച്ചൊരു കാര്യമായിരുന്നു +2 എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രാഫുകളെ പറ്റിയും ഒന്ന് വിശദീകരിക്കാം. കാരണം ഗ്രാഫ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫുകൾ പ്രത്യേകിച്ച് +2നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ ഗ്രാഫുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കുറേയൊക്കെ മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. +2 എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ ഗ്രാഫുകൾ, അതെങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, ഗ്രാഫുകളിൽ നിന്ന് എങ്ങനെ മാർക്ക് വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കുറേ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സാം അടുത്ത ശനിയാഴ്ചയാണല്ലോ, ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഈ ഒരു സമയം ഒരു 10-15 മിനിറ്റ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. ഞാൻ ബോർഡിൽ നല്ല രൂപത്തിൽ അത് വരയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകും. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നോട്ട് ബുക്ക് തുറന്ന് വെച്ച് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഒട്ടുമിക്ക ഗ്രാഫുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ, എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഏതാണ്? മനസ്സിൽ പറഞ്ഞോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്, ഉൽപാദന സാധ്യതാ വക്രം. ഇതിൽ 2 രൂപത്തിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഉൽപാദന സാധ്യതാ വക്രത്തിലെ ഓരോ പോയിന്റുകളും, ഇപ്പോൾ A, B, C ഇങ്ങനെ 3 പോയിന്റുകൾ തന്നിട്ട് ഈ 3 പോയിന്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ റിസോഴ്സും നമ്മൾ ഏതെങ്കിലും 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നതാണ് ഈ കാണിക്കുന്ന ഉൽപാദന സാധ്യതാ വക്രം. എന്ന് പറഞ്ഞാൽ മാക്സിമം മുഴുവൻ റിസോഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം B എന്ന് പറയുന്ന പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചു. അപ്പോൾ A എന്തായിരിക്കും? വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ല, അണ്ടർ യൂട്ടിലൈസേഷൻ. C എന്ന് പറഞ്ഞാലോ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ച എന്നാണ് പറയുക. ഓക്കെ, ഇതിൻ്റെ നോട്ട്സും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഉൽപാദന സാധ്യതാ വക്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരേ ഒരു ഡയഗ്രാം. ചിലപ്പോൾ ഒരു ഷെഡ്യൂൾ തന്നിട്ട് ഉൽപാദന സാധ്യതാ വക്രം വരയ്ക്കുക എന്ന് പറയാറുണ്ട്. നിങ്ങളത് ഡയഗ്രാം വരയ്ക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡയഗ്രാം നമുക്കറിയാം ബജറ്റ് ലൈനാണ്. ഓക്കെ, ബജറ്റ് ലൈന് നമുക്കറിയാം, ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. ഇതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണാനുള്ള ഇക്വേഷൻ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ m/p2, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ m/p1. എന്താണ് m എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വരുമാനം, p1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില, p2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിൻ്റെ വില. ഉപഭോക്താവ്, കൺസ്യൂമർ, അയാളുടെ കയ്യിലുള്ള മുഴുവൻ വരുമാനം ഉപയോഗിച്ച് അയാൾക്ക് ഒന്നാമത്തത് എത്ര വാങ്ങാൻ പറ്റും, അതിനെയാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. രണ്ടാമത്തെ സാധനം എത്ര എണ്ണം വാങ്ങാൻ പറ്റും, അതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. അത് രണ്ടും കൂടി, ആ 2 പോയിന്റും കൂടി കൂട്ടി യോജിപ്പിച്ച് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ബജറ്റ് രേഖ, ബജറ്റ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ട് ബജറ്റ് ലൈൻ വരക്കുക എന്ന കണക്ക് ചോദിക്കാം. അതാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ടത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പൊതുവെ എല്ലാവരും പറയുന്നത് സാറിൻ്റെ വീഡിയോ 1.5 അടിച്ച് മിന്നി കാണാറാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ 1.5 പറയാൻ തീരുമാനിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്കറിയാം ഇൻഡിഫറൻസ് കർവാണ്. ഈ ഇൻഡിഫറൻസ് കർവിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെ വരാറില്ല. ഇൻഡിഫറൻസ് കർവിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുക, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇൻഡിഫറൻസ് കർവും നമ്മുടെ ബജറ്റ് ലൈനും കൂടി കൂട്ടിയിട്ട് നമ്മൾ വരക്കുന്ന കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഉറപ്പായിട്ടും എക്സാമിന് വരും എന്നൊക്കെ പറയുന്ന ചില ഡയഗ്രാമുകളുണ്ടല്ലോ, എന്തായാലും പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്ന അതിലൊരു ഡയഗ്രാമാണിത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി കൂട്ടിമുട്ടുന്ന E എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, പരമാവധി സംതൃപ്തി കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഡയഗ്രാം അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിൽ വേറെ കുറേ കാര്യങ്ങൾ വരും. ഓക്കെ, ഇനി അത് മനസ്സിലാക്കി വെക്കുക, കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പിന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഡയഗ്രാംസും കാര്യങ്ങളൊന്നും വരാറില്ല. ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഡിമാൻഡ് കർവ്, ഡിമാൻഡിലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് എക്സ്പാൻഷൻ, വികാസം, മറ്റൊന്ന് ഡിമാൻഡിൻ്റെ സങ്കോചം, ഡിമാൻഡ് കർവ് വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡിൻ്റെ വർധനവ്, ഡിമാൻഡ് കർവ് ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡിൻ്റെ കുറവ്. അങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ സപ്ലൈയുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ എക്സാമിന് വരുന്നതുകൊണ്ട് ഡിമാൻഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയി വരുന്നില്ല, എന്നാൽ പോലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ എക്കണോമിക്സിലെ തന്നെ കൂടുതൽ ഡയഗ്രാമുകൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. 3ഉം 4ഉമാണ് പ്രധാനപ്പെട്ട ചാപ്റ്ററുമാണല്ലോ, പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ്, അതുപോലെ ആവറേജ് പ്രൊഡക്റ്റ്, അതിനെ കട്ട് ചെയ്തിട്ട് വരുന്ന മാർജിനൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം അഥവാ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്, 3 സ്റ്റേജുകൾ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഡയഗ്രാം നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. അഥവാ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് 5 മാർക്കിനോ 8 മാർക്കിനോ വലിയ മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയഗ്രാമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം. ഓക്കെ, ഇനി മറ്റൊരു ഡയഗ്രാമുകൾ കംപ്ലീറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഡയഗ്രാമുകളുടെ ഷേപ്പ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കോസ്റ്റാണ് TFC. TFC കർവിൻ്റെ ഷേപ്പ് എന്താണ്? ഹൊറിസോണ്ടലാണ്. മറ്റേ 2 കർവുകളാണ്, ഒന്ന് TVC, മറ്റൊന്ന് TC. ഈ രണ്ടെണ്ണത്തിൻ്റെ ഷേപ്പിനെ നമ്മൾ പറയുന്ന പേര് ഇൻവേർട്ടഡ് എസ് എന്നാണ്, തല തിരിഞ്ഞ എസ് എന്നാണ്. പിന്നെ അതുപോലെ മറ്റൊരു ഡയഗ്രാമുകളാണ്, കുറേ ഡയഗ്രാമുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് SMC, ഇതാണ് SAC, ഇതാണ് AVC. ഈ 3എണ്ണത്തിൻ്റെ ഷേപ്പ് നമ്മൾ പറയുന്നത് U ആകൃതിയാണ്. പക്ഷെ അത് ഈ രൂപത്തിൽ പഠിച്ചു വെക്കണം. 2 കട്ട് ചെയ്ത് പോകുന്ന ആളാണ് ആര്? SMC ആണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് വെറുതെ എക്സാമിന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ SMC കർവിന് U ആകൃതി വരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? U എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത് ഇങ്ങനെയല്ലേ. അപ്പോൾ ആദ്യത്തിൽ അത് SMC കുറയുന്നു, ഉൽപ്പാദനം പ്രൊഡക്ഷൻ ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് SMC എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റ്, ചിലവാണ്. അപ്പോൾ SMC എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് ആദ്യം SMC കുറയുകയും പിന്നെ SMC കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് U ആകൃതി വരുന്നത്. സിമ്പിൾ. ഓക്കെ, ആ രൂപത്തിൽ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ഡയഗ്രാമാണ് AFC. അതിൻ്റെ ഷേപ്പ് എന്താണ് പറഞ്ഞോളൂ? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, AFC കർവിന് ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്ന ഈ ആകൃതി വരാനുള്ള കാരണം എന്താണ്? നമുക്ക് പറയാം, ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് AFC കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൂടുന്നതിലല്ലേ, എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതൊരിക്കലും എവിടെ ടച്ച് ചെയ്യുന്നില്ല? ഈ താഴെ ടച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം 0 ആകുന്നില്ല. കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒരിക്കലും 0 ആകുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്ന ആകൃതി വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാമുകൾ പഠിക്കേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ 4ാമത്തെ സമ്പൂർണ്ണ കിടമത്സര കമ്പോളം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഡയഗ്രാമാണ്. നമ്മളിപ്പോൾ നേരത്തെ വരച്ചതുപോലെ 3 ഡയഗ്രാമുകളും അതിൻ്റെ കൂടെ പ്രൈസ് ലൈനും കൂടി വരച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാം. ഇതാണ് P പ്രൈസ്, ഇത് SMC ആണ്, ഇത് SAC ആണ്, ഇത് AVC ആണ്. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഒരു പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ ഒരു ഫേമിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. ആ പ്രോഫിറ്റ് നമ്മോട് എന്ത് ചെയ്യാൻ പറയും? ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് അവരുടെ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഡയഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഡയഗ്രാമുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡയഗ്രാമുകളായി. ഒന്ന് കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. മറ്റൊന്ന് അപജയ സീമാന്ത, 3 സ്റ്റേജുകളുള്ളത്. മൂന്നാമത്തതാണ് ഈ കാണുന്ന ആൾ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതിൽ തന്നെ നമുക്ക് എന്ത് അടയാളപ്പെടുത്താനും പറ്റും? ബ്രേക്ക് ഈവൺ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ്. പക്ഷേ ബ്രേക്ക് ഈവൺ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റിൻ്റെ ഡയഗ്രാം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചെറിയ മാർക്കിനാണ് ഇപ്പോൾ അത് ചോദിച്ചു വരാറുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ഇതിൽ തന്നെ സപ്ലൈ കർവും വരുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മാർക്കറ്റിലെ ഇക്വിലിബ്രിയം, ഒരു സപ്ലൈയും മാർക്കറ്റിലെ ഡിമാൻഡും കൂടി ഈക്വൽ ആകുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇതല്ല സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്, പക്ഷേ ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ആ സമയത്തെ വിലയെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സന്തുലിത വില, സന്തുലിത അളവ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വില പരിധി, തറവില, പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ, അതിൻ്റെ ഡയഗ്രാം ഉറപ്പായും പഠിച്ചു വെക്കണം. മൈക്രോ എക്കണോമിക്സിലെ 4-5 പ്രധാനപ്പെട്ട ഡയഗ്രാമുകൾ. 4ാമത്തെ ഡയഗ്രാം വില കുറക്കുന്നത്, ഇതിപ്പോൾ ഏതായി, പ്രൈസ് സീലിംഗ് ആയി. ഇനിയിപ്പോൾ ഈ ലൈന് ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലാണ് വരച്ചത് എങ്കിൽ ഇതെന്തായി മാറി, അത് പ്രൈസ് ഫ്ലോറായി, തറവിലയുമായി. വില പരിധി, തറവില, ഈ സംഭവങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് എന്താ പറയുക, നമ്മുടെ ഡയഗ്രാമുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയഗ്രാമുകൾ. ഞാൻ കുറേ ഡയഗ്രാമുകൾ പറഞ്ഞു. മാക്രോ എക്കണോമിക്സിൽ അങ്ങനെ ഡയഗ്രാമുകൾ കാര്യമായിട്ട് വരുന്നില്ല. ഞാൻ ഡയഗ്രാമുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മാക്രോ എക്കണോമിക്സിൽ. പക്ഷേ മൈക്രോയിലാണ് ഏറ്റവും കൂടുതൽ ഡയഗ്രാമുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക്സിൽ വരുന്ന ഡയഗ്രാമുകൾ, അതിൽ ആദ്യം കുറച്ച് ചിത്രങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ആ ചിത്രം പ്രധാനപ്പെട്ടതാണ്. ബജറ്റിൻ്റെ ആ ഫ്ലോ ചാർട്ട് പ്രധാനപ്പെട്ടതാണ്. അതിൽ മാക്രോയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു എക്കണോമിയിലെ ഇക്വിലിബ്രിയമാണ്. അഗ്രിഗേറ്റ് സപ്ലൈ, അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് സപ്ലൈയും ഈ ഡിമാൻഡും കൂടി ഈക്വൽ ആവുന്ന സമയത്തുള്ള ആ ഇക്വിലിബ്രിയം ഇൻകം, സന്തുലിത വരുമാനം, അതാണ് Y*. ഒരു സ്റ്റാർ ഇട്ടതാണ് മുകളിൽ, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സന്തുലിത വരുമാനം, ഈ ഒരു സംഭവം, ഈ ഡയഗ്രാം പഠിച്ചു വെക്കണം. കാരണം നമുക്കറിയാം MPC, ഇപ്പോൾ മൾട്ടിപ്ലയർ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് ചോദിച്ച പോലെ MPCയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇങ്ങനെ മാറും. ആ ചേഞ്ച് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി MPCയിൽ ചേഞ്ചൊന്നുമില്ല, പകരം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിലാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന ആ സംഭവം. അതായത് ഇത് ഏതാണ് ചാപ്റ്റർ, ഏതാണ് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ, ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു വെക്കുക. ഏതായാലും കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച പോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഒരു വിനിമയ നിരക്ക് തീരുമാനിക്കാനുള്ള 3 രീതികളിൽ ഒന്നാമത്തെ രീതിയാണല്ലോ അയവുള്ള വിനിമയ നിരക്ക് സംവിധാനം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിൽ വരുന്ന ഡിമാൻഡും ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും ഫോറിൻ കറൻസിയുടെ സപ്ലൈയും ചേർന്ന് തീരുമാനിക്കും എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് തീരുമാനിക്കും എന്ന് പറയുന്ന ഈ ഡയഗ്രാം. ഇത് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ സെയിം ഡയഗ്രാമാണ്. ഓക്കെ, ഡിമാൻഡ് സപ്ലൈ. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളതിന് പകരം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ +2 എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രാമുകൾ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ആദ്യമായി കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം കൂടി കാണുമ്പോൾ അയ്യോ ഇതെന്താ സംഭവം എന്നുള്ളതിന് തൊട്ട് മുമ്പ് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കുക, ഇതും നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നോട്ട്സും കൂടി നോക്കുക, പ്രധാനപ്പെട്ട ഡയഗ്രാമുകളൊക്കെ പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റിന് ഡയഗ്രാം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഡയഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ പകുതി മാർക്ക് ആ ഡയഗ്രാം വരക്കുന്നതിലൂടെ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഡയഗ്രാം വളരെ എളുപ്പമാണ്, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക. താങ്ക് യു.